വീഡിയോ കോളാ. സതീഷാണല്ലോ. ഹലോ, എന്തൊക്കെയുണ്ട്? കുഴപ്പമില്ല, അങ്ങനെ പോണു. എന്താണ് വിശേഷിച്ച്? ഞാൻ വിളിച്ചതേ ഓണത്തിന് വെക്കേഷന് കെട്ടിയോളിനെയും കുട്ടികളെയും ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അവരൊന്ന് എയർപോർട്ടിൽ കൊണ്ടുവിടണം കേട്ടാ. ഓ, അവര് മാത്രമേ വരുന്നുള്ളൂ? അച്ഛനമ്മയൊന്നും വരുന്നില്ലേ? ഇല്ല, അവർക്കൊന്നും അതിന് താല്പര്യം ഉണ്ടാവില്ല. നീ ചോദിച്ചാ അവരുടെ അടുത്ത്? ചോദിച്ചില്ല. ഇനിയിപ്പൊ താല്പര്യം ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരുപാട് ചെലവാവുന്നേ. അതൊന്നും ഇപ്പൊ നടക്കില്ല. ശരി, നീ ആ സമയം ഡേറ്റും വാട്സപ്പിൽ അയച്ചാൽ മതി. ഓക്കെ എന്നാ. ഓക്കെ, ഞാൻ അയക്കുന്നുണ്ട്. ആരാണ് വീഡിയോ കോളൊക്കെ? ആ സതീഷ് വിളിച്ചാണ് ഗൾഫിൽ നിന്ന്. ഓണത്തിന് അവന്റെ കെട്ടിയോൾക്കും കുട്ടികൾക്കും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടേ എയർപോർട്ടിൽ കൊണ്ട് വിടാൻ പറയാൻ വേണ്ടി വിളിച്ചാണ്. അവര് മാത്രമാ? അവന്റെ അച്ഛനും അമ്മയൊക്കെയോ? ചെലവ് കൂടും അത്രേ. അതുകൊണ്ട് അച്ഛനും അമ്മയും നാട്ടിൽ ഓണം ആഘോഷിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. ഒരു വിധം ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ആയിക്കഴിഞ്ഞാല് പിന്നെ ആ വളർത്തി വലുതാക്കി ആ നിലയിലെത്തിച്ചവർക്ക് ഒരു ബാധ്യതയായി മാറുംല്ലേ? എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. നമ്മളിവിടുത്തെ രാജേഷ് ഇല്ലേ, ദുബായിൽ ഇപ്പൊ ജോലി ചെയ്യണത്, അവന്റെ അച്ഛനും അമ്മനെയും ഓണത്തിന് ഇപ്രാവശ്യം ട്രിപ്പ് വിടുന്നുണ്ട് കാശ്മീരിലേക്ക്. അവരിനെ ഒറ്റയ്ക്കാ? എല്ലടാ, ഒരു ഗ്രീൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പാക്കേജ് ടീമുണ്ട്. അവരിപ്രാവശ്യം കേരള ടു കാശ്മീർ ട്രിപ്പ് കൊണ്ടത്രേ. അതിന്റെ ഒപ്പമാണ് ഇവരെയും പറഞ്ഞയക്കുന്നത്. എത്ര ദിവസത്തെ പരിപാടി? അത് 15 ദിവസത്തെ പരിപാടി. അതും പോണതോ സെമി സ്ലീപ്പർ ബസ്സിലും, വരുന്നത് വിമാനത്തിലും. അതും പോണതോ എവിടേക്കൊക്കെയാന്ന് അറിയോ? ഹൈദരാബാദ്, ജയ്പൂര്, ആഗ്ര, പഞ്ചാബ്, മണാലി, കാശ്മീർ. കൊള്ളാലോ പരിപാടി. ബുക്ക് ചെയ്യണമെങ്കിൽ എവിടെ പോണം? എവിടെയും പോണ്ട, നമ്പർ ഞാൻ തരാം. അതിൽ വിളിച്ചാല് ഗ്രീൻ ഇന്ത്യന്റെ ആൾക്കാർ വീട്ടിൽ വന്ന് ബുക്കിംഗ് എടുക്കുകയും ചെയ്യും. ട്രിപ്പ് പോണ ദിവസം വീട്ടിൽ വന്ന് ആളിനെ എടുക്കുകയും ചെയ്യും. എന്തായാലും ആ നമ്പർ താ നീ, ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലിടാം. ഒരുപാട് മക്കൾ ആഗ്രഹിക്കുന്നുണ്ടാവും കേട്ടാ ഇതുപോലെ അച്ഛനമ്മമാരെ കറങ്ങാൻ വിടാൻ. അവർക്ക് ഇത് നല്ലൊരു അവസരമാണ്.